പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7-ലെ സയൻസ് ചാപ്റ്റർ 6 ആണ്. സയൻസിലെ മുൻപത്തെ 5 ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർ ദയവായി ആ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്കൊരു വീഡിയോ കണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ആദ്യം ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് നിങ്ങൾ പഠിക്കണം വാട്ട് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. Physical property of a substance are those characteristics of a substance that describes its physical nature. അതായത് ഭൗതികമായ നമുക്ക് പുറത്തു നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കളർ, ഡെൻസിറ്റി, ഷേപ്പ്, സൈസ്, വോളിയം എല്ലാം ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ് ആ സബ്സ്റ്റൻസിൻ്റെ കളറ്, അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഷേപ്പ്, സൈസ്, വോളിയം. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയാണ് ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് പറയുന്നത്. Physical change is a change which occurs when there is an alteration in the physical properties of a substance. നമ്മളിപ്പോൾ പറഞ്ഞ കളർ, ഡെൻസിറ്റി, ഷേപ്പ്, സൈസ്, വോളിയം എല്ലാം എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നതിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും ഓൾട്ടറേഷൻ, ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ ഫിസിക്കൽ ചേഞ്ച് എന്ന് നമുക്ക് വിളിക്കാം. The physical change does not result in the formation of any new substance but can alter the shape and size of the existing substance. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചിൽ ഒരു പുതിയ വസ്തു ഫോം ചെയ്യുന്നില്ല. അതായത് ഫിസിക്കൽ ചേഞ്ചസിൽ മാറ്റം വന്നു കഴിഞ്ഞാലും, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും പുതിയൊരു പദാർത്ഥം, പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. പക്ഷേ ആ പഴയ സബ്സ്റ്റൻസിൻ്റെ ഷേപ്പോ സൈസോ നിലവിലുള്ളതിൽ നിന്നും ചേഞ്ച് വരുന്നു. അതാണ് ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് വരുന്ന ചേഞ്ച് ആണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ കാര്യം പറഞ്ഞു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, കേൾക്കാൻ പറ്റുന്ന, ഫീൽ ചെയ്യുന്ന, തൊടാൻ സാധിക്കുന്ന, ടച്ച് ചെയ്യാൻ സാധിക്കുന്ന, സ്മെൽ ചെയ്യാൻ സാധിക്കുന്ന, മെഷർ ചെയ്യാൻ സാധിക്കുന്ന എല്ലാത്തിനെയും ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാം. ഇവിടെ ഗോൾഡ് ഈസ് ഷൈനി നമുക്ക് കാണാൻ സാധിക്കും. മെറ്റൽ ഈസ് സൊണോറസ്, മെറ്റൽ തട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് മെറ്റൽ ഈസ് സൊണോറസ്, അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ദെൻ റബ്ബർ ബെൻഡ് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു സെറാമിക് പോട്ട് ഹാർഡാണെന്ന് ടച്ച് ചെയ്താൽ മനസ്സിലാകും. ആസിഡ് സ്മെൽസ് സോർ ആണെന്ന് നമുക്കത് സ്മെല്ല് ചെയ്താൽ മനസ്സിലാകും. ദെൻ ദ ടെമ്പറേച്ചർ ഈസ് ഹൈ, മെഷർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ സബ്സ്റ്റൻസിൻ്റെയും എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. ഓക്കെ, വിത്തൗട്ട് ഫോർമേഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ്, പുതിയൊരു സബ്സ്റ്റൻസ് അതിൽ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ചേഞ്ച് ആണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിയേ. ക്രഷിങ് എ ക്യാൻ, നമ്മളൊരു ക്യാൻ ക്രഷ് ചെയ്യുന്നു, അതായത് അതിൻ്റെ നിലവിലുള്ള ഷേപ്പിൽ നിന്നും പുതിയൊരു ഷേപ്പായിട്ട് മാറുന്നു. മെൽറ്റിംഗ് ആൻ ഐസ് ക്യൂബ്, ഐസ് ഉരുകി ജലമാകുന്നത്, അവിടെ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല. വാട്ടർ H2O തന്നെയാണ്, പക്ഷേ ആ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു, അത്രയേ ഉള്ളൂ. ദെൻ ബോയിലിംഗ് വാട്ടർ, അപ്പോൾ ഇവോപ്പറേഷൻ നടക്കുന്നു. ദെൻ മിക്സിംഗ് സാൻഡ് വിത്ത് വാട്ടർ, ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ്, ഡിസോൾവിംഗ് ഷുഗർ ഇൻ വാട്ടർ,
shredding paper, chopping wood, mixing green and red marbles, sublimation of dry ice. Sublimation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥം ഡയറക്റ്റ് സോളിഡിൽ നിന്നും ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്, ഇവിടെ പുതിയൊരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഒന്നല്ലെങ്കിൽ അവയുടെ സ്റ്റേറ്റ് മാറുന്നു, അല്ലെങ്കിൽ ഷേപ്പ് മാറുന്നു, വോളിയം മാറുന്നു, സൈസ് മാറുന്നു. ഇത്രയും ചേഞ്ചസ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ 10 കാര്യങ്ങളും ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് കെമിക്കൽ ചേഞ്ചസ്. ആ കെമിക്കൽ ചേഞ്ചസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാം. The chemical property of a substance are those characteristics of a substance that describes its chemical nature. മറ്റൊരു നമ്മൾ ഫിസിക്കൽ നേച്ചർ എന്ന് പറഞ്ഞതുപോലെ ഒരു വസ്തുവിൻ്റെ കെമിക്കൽ നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ? ടോക്സിസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു വസ്തുവിൻ്റെ വിഷാംശത്തെ കുറിച്ച് പറയുന്നത് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ദെൻ ഹൗ എ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് അതർ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസ് മറ്റു സബ്സ്റ്റൻസുമായിട്ട് എങ്ങനെയെല്ലാം റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതും അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന് ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധമില്ല. അപ്പോൾ ഈ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെയാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എ കെമിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ റിയാക്ഷൻ ഈസ് എനി ചേഞ്ച് ഇൻ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നതിനെയാണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. കെമിക്കൽ പ്രോപ്പർട്ടീസിന് ടോക്സിസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഓർ ഹൗ എ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് അതർ substances. Hope it's clear. Okay, whenever a substance undergoes a chemical change, a new substance is formed. Very important. Physical change ൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് മാത്രമേ മാറുകയുള്ളൂ. എന്നാൽ കെമിക്കൽ ചേഞ്ചിൽ നമുക്ക് പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. അതായത് നിലവിലുള്ള സബ്സ്റ്റൻസിൽ നിന്നും പുതിയതായി ഒരു സബ്സ്റ്റൻസ് രൂപം കൊള്ളുന്നു. വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് കെമിക്കൽ ചേഞ്ചിൽ സംഭവിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസിന് ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റസ്റ്റിംഗ് ഓഫ് അയേൺ ഒക്കേഴ്സ് വെൻ അയേൺ ഗെറ്റ്സ് ഇൻ കോണ്ടാക്ട് വിത്ത് മോയ്സ്ചർ. കുറേ നാളുകൾ നമ്മൾ ഇരുമ്പ് വസ്തുക്കൾ എയറിൽ മോയ്സ്ചറുമായി കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പിടിക്കും? റസ്റ്റ് പിടിക്കും, തുരുമ്പ് പിടിക്കും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. വെൻ എ മഗ്നീഷ്യം റിബൺ ഈസ് ബേൺഡ് ഇറ്റ് റേഡിയേറ്റ്സ് വൈറ്റ് ലൈറ്റ് ആൻഡ് കൺവേർട്ട്സ് ഇൻ ടു ആഷസ്. ഒരു മഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് അത് ചാരമായി മാറുകയും ചെയ്യുന്നു. ഇതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ ഫോർമേഷൻ ഓഫ് മെഡിസിൻസ്. മെഡിസിൻസ് ഉണ്ടാക്കുന്നതും പലതരം കെമിക്കൽസിൽ നിന്നാണ്. അതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. എക്സ്ട്രാക്ടിങ് ഓഫ് അയേൺ ഫ്രം ദ അയേൺ ഓർ. അയേണിൻ്റെ ഓറിൽ നിന്നാണ് അയേൺ വേർതിരിച്ചെടുക്കുന്നത്. ഇതും പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ്. അതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ ഫോർമേഷൻ ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതും പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ്. സോ അതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയേൺ, then magnesium ribbon turned into ashes, formation of medicines, extracting of iron from iron ore, ഫോർമേഷൻ ഓഫ് പ്ലാസ്റ്റിക്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. കെമിക്കൽ ചേഞ്ചസിൽ എക്സിസ്റ്റിംഗ് സബ്സ്റ്റൻസിൽ നിന്നും പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായി വരുന്നു. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ് അതിൻ്റെ ടോക്സിസിറ്റി, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, chemical stability, flammability, coordination number, reactivity, possible chemical bonds, enthalpy of formation. ഈ ടേംസ് എല്ലാം നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക. കെമിക്കൽ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടോക്സിസിറ്റി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, കെമിക്കൽ സ്റ്റെബിലിറ്റി, ഫ്ലെയിമബിലിറ്റി, കോർഡിനേഷൻ നമ്പർ, റിയാക്ടിവിറ്റി, പോസിബിൾ കെമിക്കൽ bonds, enthalpy of formation. Very important. ഓർത്ത് വെക്കുക.
ഇനി എ കെമിക്കൽ ചേഞ്ച് ഈസ് ഓൾവേസ് അക്കമ്പനീഡ് ബൈ എനി വൺ ഓഫ് ഓൾ ഓഫ് ദ ഫോളോവിങ് വേ. ഇനി ഒരു കെമിക്കൽ ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് അക്കമ്പനി ചെയ്യുന്നത്, ഒരു കെമിക്കൽ ചേഞ്ചിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യം റേഡിയേഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്, ഒന്നല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്നു അല്ലെങ്കിൽ ഹീറ്റ് സ്വീകരിക്കുന്നു. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഉണ്ടാകുന്നു, ശബ്ദം ഉണ്ടാകുന്നു. ദെൻ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൻ്റെ കളറ് മാറുന്നു. ചേഞ്ച് ഇൻ ദ സ്മെൽ ഓഫ് ദ സബ്സ്റ്റൻസിൻ്റെ സ്മെല്ല് മാറുന്നു. ഓർ ഫോർമേഷൻ ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓർ ഫോർമേഷൻ ഓഫ് എ സോളിഡ് ആസ് റെസിഡ്യൂ, റിയാക്ഷന് ശേഷം സോളിഡ് താഴെ അടിഞ്ഞുകൂടുന്നു. ഇത്തരം മാറ്റങ്ങൾ കെമിക്കൽ ചേഞ്ചിൽ അക്കമ്പനി ചെയ്തു വരുന്നു ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ. എന്തൊക്കെയാണ്? റേഡിയേഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഉണ്ടാകുന്നു. ചേഞ്ച് ഇൻ ദ കളറിൽ ചേഞ്ച് വരുന്നു. ചേഞ്ച് ഇൻ ദ സ്മെല്ലിൽ ചേഞ്ച് വരുന്നു. ഫോർമേഷൻ ഓഫ് എ പുതിയൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഫോർമേഷൻ ഓഫ് എ സോളിഡ് ആസ് റെസിഡ്യൂ, സോളിഡ് സബ്സ്റ്റൻസസ് താഴെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിനെല്ലാം ഓരോ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. റേഡിയേഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് എക്സാമ്പിൾ ആണ്. ബേണിംഗ് ഓഫ് എ സബ്സ്റ്റൻസ് സച്ച് ആസ് കോൾ, വുഡ് ഓർ കാൻഡിൽ റിസൾട്ട് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ഹെൻസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോൾ, വുഡ്, ഒരു പേപ്പർ, കാൻഡിൽ, എന്തായാലും അതിൻ്റെ ബേണിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റിന് കാരണമാകുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവ ഒരു കെമിക്കൽ ചേഞ്ച് ഉദാഹരണമാണ്. ഓക്കെ. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, ബേസ്റ്റിംഗ് ഓഫ് ഫയർ വർക്ക്സ് ഈസ് എ കെമിക്കൽ ചേഞ്ച് അല്ലേ. നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അവിടെ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, ഹീറ്റ്, റേഡിയേഷൻ ആസ് വെൽ ആസ് ഗ്യാസ്. എന്തിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നു? സൗണ്ടിൻ്റെ, ഹീറ്റിൻ്റെ, ദെൻ റേഡിയേഷൻ ഉണ്ടാകുന്നു, ദെൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് സബ്സ്റ്റൻസ്. റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെൻ കട്ട് ആൻഡ് ലെഫ്റ്റ് ഇൻ ഓപ്പൺ എയർ സ്റ്റാർട്ട്സ് അക്വയറിംഗ് ബ്രൗൺ കളർ ഡ്യൂ ടു കെമിക്കൽ ചേഞ്ച്. നമ്മൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് എയറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം ആ മുറിച്ച ഭാഗത്ത് ബ്രൗൺ കളർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. കാരണം എന്താണ്? അത് കെമിക്കൽ ചേഞ്ച്, എയറിലെ മോയ്സ്ചറായിട്ട് റിയാക്ഷൻ നടന്ന് കെമിക്കൽ ചേഞ്ച് നടന്നാണ് ആ കളർ ചേഞ്ച് വരുന്നത്. അതുകൊണ്ട് അതും ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ റസ്റ്റിംഗ് ഓഫ് അയേൺ റസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ, ഇരുമ്പ് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ഓഫ് കളർ ഉണ്ടാകുന്നു, അതിനൊരു കളർ ചേഞ്ച് ഉണ്ടാകുന്നു. ആ കളർ ചേഞ്ച് ആണ് റെഡിഷ് ബ്രൗൺ. റസ്റ്റിംഗ് ഓഫ് അയേൺ റിസൾട്ട്സ് ഇൻ ചേഞ്ച് ഓഫ് കളർ ഓഫ് അയേൺ ടു റെഡിഷ് ബ്രൗൺ. അയേണിൻ്റെ കളർ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ എന്താകുന്നു? റെഡിഷ് ബ്രൗൺ ആകുന്നു. സോ അതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ ഫോർമേഷൻ ഓഫ് എ ഗ്യാസ്. വെൻ antacids are mixed in water, bubbles are formed indicating the production of a gas and therefore it is a chemical change. നമ്മൾ antacids, അതായത് അസിഡിറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാനായി കഴിക്കുന്ന മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന ആ മരുന്നുകളെയാണ് ആൻറ്റാസിഡ് എന്ന് പറയുന്നത്. ഈ ആൻറ്റാസിഡ് നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാം. ഈ ബബിൾസ് ഫോം ചെയ്യുന്നത് എന്തിൻ്റെ തെളിവാണ്? അതിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. സോ അതും ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ ചേഞ്ച് ഇൻ ദ സ്മെൽ ഓഫ് എ സബ്സ്റ്റൻസ്. വെൻ ഫുഡ് ഗെറ്റ് സ്പോയിൽഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഫൗൾ സ്മെൽ. നമുക്കറിയാം, ഫുഡ് കുറേ ദിവസം അല്ലെങ്കിൽ കുറേ നാളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വല്ലാത്ത രൂക്ഷഗന്ധം ഉണ്ടാകും. അപ്പോൾ ആ അത്തരത്തിൽ സ്മെല്ല് ചേഞ്ച് ചെയ്യുന്നതും എന്തിന് എക്സാമ്പിളാണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അപ്പോൾ അത്തരത്തിൽ സ്മെല്ല് ചേഞ്ച് ആകുന്നത് കൊണ്ട് ഈ ഫുഡ് സ്പോയിൽ ആകുന്നതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ദെൻ റോട്ടൺ എഗ്സ് ഓഫൺ പ്രൊഡ്യൂസ് എ ബാഡ് ഓഡർ ഡ്യൂ ടു പ്രൊഡക്ഷൻ ഓഫ് സൾഫർ. ഇനി ചീഞ്ഞ മുട്ടയുടെ ഗന്ധം എന്ന് പറയുന്നത് സൾഫർ എന്ന ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് വളരെയധികം ഒരു രൂക്ഷഗന്ധം അതിൽ നിന്നും ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ചീഞ്ഞ മുട്ടയുടെ ഗന്ധം കാരണം എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് സൾഫർ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ചേഞ്ച് ഇൻ ദ സ്മെൽ ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. ഇതും
കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അവസാനമാണ് ഫോർമേഷൻ ഓഫ് സോളിഡ്സ്. ടു ലിക്വിഡ്സ് കമ്പൈൻ വിത്ത് ഈച്ച് അതർ ആൻഡ് ഫോം എ സോളിഡ് കോൾഡ് precipitate. താഴെ അടിഞ്ഞുകൂടുന്നു, അതായത് രണ്ട് ലിക്വിഡ്സ് തമ്മിൽ റിയാക്ഷൻ നടക്കുന്നു, ദെൻ പുതിയൊരു precipitate, ഒരു സോളിഡ് ഫോം ഉണ്ടാകുന്നു. ആ സോളിഡ് ഫോമിനെയാണ് precipitate എന്ന് പറയുന്നത്. താഴെ അടിഞ്ഞുകൂടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഷെൽസ് ഓഫ് ആനിമൽസ് ആർ precipitates ഫോംഡ് ബൈ ദി കെമിക്കൽ ചേഞ്ചസ്. ജീവികളിൽ കാണപ്പെടുന്ന ശൽക്കങ്ങൾ, ഷെല്ലുകൾ എന്തിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ച് വഴി ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ കെമിക്കൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ: റേഡിയേഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്, പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സബ്സ്റ്റൻസ്, ഫോർമേഷൻ ഓഫ് എ ഗ്യാസ്, ചേഞ്ച് ഇൻ ദ സ്മെൽ ഓഫ് ദ സബ്സ്റ്റൻസ്, ഫോർമേഷൻ ഓഫ് സോളിഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുക. ഓക്കെ, കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വായിക്കാം. അയൺ റസ്റ്റിംഗ്, ബേണിംഗ് ഓഫ് വുഡ്, മെറ്റാബോളിസം, cooking an egg, baking a cake, electroplating, rotting banana, vinegar and baking soda mixture, fireworks, chemical battery. ഈ നടക്കുന്ന എല്ലാ റിയാക്ഷൻസിലും എന്താണ് നടക്കുന്നത്? കെമിക്കൽ ചേഞ്ചസ് ആണ് നടക്കുന്നത്. പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു ഇതിൽ നിന്നും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചേഞ്ചസിനെ നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കുന്നു. ഇനി റസ്റ്റിംഗ് ഓഫ് അയേണിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. When the iron comes in contact with oxygen and water, reacts and forms a red colored substance over it. It is called rust. നമ്മുടെ അയൺ ഓക്സിജനുമായും വാട്ടറുമായും കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിൽ നിന്നും ഒരു റെഡ് കളർ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ റെഡ് കളർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റസ്റ്റ്, മലയാളത്തിൽ തുരുമ്പ് എന്ന് പറയും. ഈ തുരുമ്പ് ഫോം ചെയ്യുന്നത് ഈ അയൺ എയറിലുള്ള ഓക്സിജനുമായും വാട്ടർ മോളിക്യൂൾസുമായും റിയാക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഹൗ ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമുക്ക് ഈ റസ്റ്റിംഗ് ഓഫ് അയൺ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? By applying paint on iron objects so that they cannot come in contact with oxygen and moisture in the environment. നമ്മൾ പെയിൻറ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്തരം വസ്തുക്കൾ ധാരാളം നാൾ ഓക്സിജനുമായും എയറിലായും കോണ്ടാക്റ്റ് ഇരുന്നാലും അത് തുരുമ്പ് പിടിക്കാതെ സൂക്ഷിക്കാൻ സാധിക്കും. സോ ബൈ അപ്ലൈയിങ് പെയിൻറ്റ് ഓൺ അയൺ ഒബ്ജെക്ട്സ് സോ ദാറ്റ് ദേ കനോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ ഇൻ ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റസ്റ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഗാൽവനൈസേഷൻ ഓഫ് അയൺ വിച്ച് മീൻസ് അപ്ലൈയിങ് എ ലെയർ ഓഫ് സിങ്ക് ഓർ ക്രോമിയം മെറ്റൽ ഓൺ ദ അയൺ. അയണിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിൻ്റെ ലെയർ, സിങ്കിൻ്റെയോ ക്രോമിയത്തിൻ്റെയോ ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അയണിനെ റസ്റ്റിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിനെയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനൈസേഷൻ ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈയിങ് എ ലെയർ ഓഫ് സിങ്ക് ഓർ ക്രോമിയം മെറ്റൽ ഓൺ ദി അയൺ. സിങ്കിൻ്റെയോ ക്രോമിയത്തിൻ്റെയോ ഒരു ലെയർ അയണിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഗാൽവനൈസേഷൻ. അപ്പോൾ ബൈ അപ്ലൈയിങ് പെയിൻറ്റ് ആൻഡ് ബൈ ഗാൽവനൈസേഷൻ വി ക്യാൻ പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഇവിടെ റസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. Fe അയേൺ, ദെൻ ഓക്സിജൻ പ്ലസ് വാട്ടർ. അപ്പോൾ അയേണും ഓക്സിജനും വാട്ടറും ചേർന്നിട്ടാണ് റസ്റ്റ് ഫോം ചെയ്യുന്നത്. റസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Fe2O3.H2O. ഓക്കെ, അപ്പോൾ അയേണും ഓക്സിജനും വാട്ടറും ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? റസ്റ്റ് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ക്രിസ്റ്റലൈസേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് obtaining crystals of a pure substance from its solution. അതായത് ഒരു വസ്തുവിൻ്റെ സൊല്യൂഷനിൽ നിന്നും, അതായത് വാട്ടർ സ്റ്റേറ്റിലുള്ള അവസ്ഥയാണ് സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ നിന്നും അതിൻ്റെ ക്രിസ്റ്റൽസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആ സാധിക്കുന്ന പ്രോസസ്സിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വി ക്യാൻ ഒപ്റ്റെയിൻ ദ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് ബൈ ബോയിലിംഗ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഒരു ബ്ലൂ കളർ സൊല്യൂഷൻ ആണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ, ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും പ്യുവർ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഒപ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും, ലഭിക്കും. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ. പ്രോസസ് ഓഫ് ഒപ്റ്റെയിനിങ് ക്രിസ്റ്റൽസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ഫ്രം ഇറ്റ് സൊല്യൂഷൻ. ഒരു വസ്തുവിൻ്റെ സൊല്യൂഷനിൽ നിന്നും ക്രിസ്റ്റൽസ്, പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഒപ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, ദെൻ ഫിസിക്കൽ ചേഞ്ച്, ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ദെൻ കെമിക്കൽ ചേഞ്ച്. ഇനി ആ കെമിക്കൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ സബ്സ്റ്റൻസിലും ഉണ്ടാകുന്നു വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് റസ്റ്റിംഗ് ഓഫ് അയേൺ, ദെൻ ക്രിസ്റ്റലൈസേഷൻ. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.